CPM-നെതിരെ ആഞ്ഞടിച്ച് CPI പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിൽ തർക്കമില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കീഴ്വഴക്കം പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ ആർക്കും സാധിക്കില്ലെന്നും കീഴ്വഴക്കമല്ല രാഷ്ട്രീയമാണ് വലുതെന്നും ബിനോയ് വിശ്വം പറയുന്നു. ജനാധിപത്യപരമാകുമ്പോൾ മുന്നണിയിൽ എല്ലാ സ്ഥാനവും പങ്കുവച്ചാണ് മുന്നോട്ട് പോകേണ്ടത് എന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. ആ പ്രതികരണത്തിലേക്ക് ആദ്യം. ഇവിടെ ഇപ്പോൾ വിവാദമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രതിപക്ഷ ഉപനേതാവിനെ പറ്റിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിനകത്ത് തർക്കമേ ഇല്ല, സംശയവുമില്ല. ആ സ്ഥാനം CPIക്ക് അവകാശപ്പെട്ട ഒന്നാണ്. അവിടെ കീഴ്വഴക്കം പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറി പോകാൻ ആർക്കും കഴിയില്ല. എല്ലാ കീഴ്വഴക്കവും മാറേണ്ടി വന്നാൽ മാറിയേ തീരൂ. കീഴ്വഴക്കമല്ല വലുത്, രാഷ്ട്രീയമാണ് വലുത്. കീഴ്വഴക്കമല്ല വലുത്, LDF ആണ് വലുത്. കീഴ്വഴക്കമല്ല വലുത്, ഒന്നിച്ചു പോക്കാണ് വലുത്. അതുകൊണ്ട് CPI പറയുന്നു, പദവിയുടെ പെരുപ്പമല്ല, സ്ഥാനമാനത്തിന് വലുപ്പമല്ല, അവിടെ സ്റ്റാഫുണ്ടോ, ശമ്പളമുണ്ടോ, കാറുണ്ടോ, വീടുണ്ടോ, അതൊന്നും ബാധകമല്ല. LDF ആയി പോകണം. അങ്ങനെ പോകുമ്പോൾ എല്ലാ സ്ഥാനങ്ങളും ഒറ്റ പാർട്ടി മാത്രം എന്ന അവസ്ഥയ്ക്ക് മാറ്റം വന്നേ തീരൂ. സ്ഥാനങ്ങളെല്ലാം എത്ര വലുതാകട്ടെ ചെറുതാകട്ടെ അതെല്ലാം പങ്കുവെക്കപ്പെടണമെന്ന് CPI ആഗ്രഹിക്കുന്നു. അതാണ് CPI നിലപാടെന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിവരങ്ങളുമായി MS വീണ തലസ്ഥാനത്ത് നിന്ന് ചേരുകയാണ്. വീണ, കടുത്ത അതൃപ്തിയിലാണ്. CPM-നെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നതിനൊപ്പം തന്നെ ഇടതുപക്ഷത്ത് CPIക്കുള്ള കടുത്ത അതൃപ്തി തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ബിനോയ് വിശ്വം വല്യേട്ടൻ മനോഭാവം വേണ്ട എന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം കൂട്ടിച്ചേർക്കും? രാഖി, ഈ പുതിയ സർക്കാർ അധികാരം ഏറ്റിയതിനു ശേഷം പിന്നീട് വന്ന പ്രതിപക്ഷ നിരയിലേക്ക് വന്നപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ സ്ഥാനം വേണമെന്നുള്ളൊരാവശ്യത്തിൽ CPI ഉറച്ചു നിൽക്കുന്നതാണ് കണ്ടത്. അത് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യം കത്താണ് CPM-ന് നൽകിയത്. പക്ഷേ ആ കത്തിൽ കൃത്യമായിട്ടുള്ളൊരു മറുപടി ലഭിച്ചില്ല. അത് തഴയുന്നൊരു സമീപനം സ്വീകരിച്ചു എന്നുള്ള വിമർശനങ്ങളും അതിന് പിന്നാലെ തന്നെ വിഭിന്ന അഭിപ്രായങ്ങളുമൊക്കെ ഉയരുന്നൊരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ അത് വലിയ തരത്തിലേക്ക് ഭിന്നതയിലേക്ക് പൊട്ടിത്തെറിയിലേക്കുമൊക്കെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ് ബിനോയ് വിശ്വമിന്റെ വാക്കുകളിൽ നിന്ന് പ്രകടമാകുന്നത്. കീഴ്വഴക്കമല്ല, അതായത് ഈ പ്രതിപക്ഷ നേതൃനിരയിലേക്ക് മറ്റൊരു നേതാവിനെ കൂടി നൽകി പ്രതിപക്ഷ സ്ഥാനം നൽകുന്ന ഒരു കീഴ്വഴക്കം പാർട്ടിക്കില്ല എന്നുള്ളതാണ്, മുന്നണിക്കില്ല എന്നുള്ളൊരു തീരുമാനമാണ് CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടായതെങ്കിൽ കീഴ്വഴക്കങ്ങൾ മാറ്റേണ്ടി വന്നാൽ അത് മാറ്റേണ്ടി വരുമെന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഉപനേതൃസ്ഥാനം വേണമെന്നുള്ള ആവശ്യത്തിൽ CPI ഉറച്ചു നിൽക്കുകയാണ്. സ്ഥാനം ചെറുതാണോ വലുതാണോ എന്നതിലല്ല കാര്യം, അത് പങ്കുവയ്ക്കലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു മുന്നണിയാകുമ്പോൾ അതിൽ മുന്നണി മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. ഒപ്പം നിൽക്കുന്ന പാർട്ടികൾക്ക് സ്ഥാനമാനങ്ങൾ നൽകുന്നതിനൊപ്പം പങ്കിട്ട് ഭരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്ഥാനമാനങ്ങൾ പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ CPM-ന്റെ അവകാശങ്ങൾ അല്ലെങ്കിൽ CPM-ന്റെ ന്യായങ്ങളെ തള്ളിക്കൊണ്ട് കടുത്ത നിലപാടിലേക്ക് CPI പോകുന്നതെന്നതോടുകൂടി വ്യക്തമാവുകയാണ്. ഈ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ അത് പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവന്ന് വലിയ തരത്തിലുള്ള വിവാദം ഉണ്ടാക്കുകയല്ല ആദ്യം ചെയ്ത്. ആദ്യം പാർട്ടിക്ക് ഒരു കത്താണ് നൽകിയത്. പിന്നീടത് പുറമധ്യത്തിലേക്ക് ഇത് തുറന്നു പറയുന്ന സാഹചര്യം എത്തിയപ്പോൾ അത് വിവാദമാക്കി എന്നുള്ള വിമർശനങ്ങളും ഉയരുന്നു. പക്ഷെ അത് വിവാദമാക്കുവാനല്ല ശ്രമിച്ചത്, ആവശ്യത്തിലേക്ക് ഉറച്ചു നിൽക്കുകയാണ്. ആവശ്യം പരിഗണിക്കണമെന്നുള്ള ശക്തമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ബിനോയ് വിശ്വവും പങ്കുവയ്ക്കുന്നത്. വരുന്ന 14-ാം തീയതി MN സ്മാരകത്തിൽ വെച്ച് ഈ കാര്യത്തിൽ ചർച്ച നടക്കുമെന്ന് കൂടി ബിനോയ് വിശ്വം പറയുകയാണ്. TP രാമകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ചർച്ച നടക്കുക. എന്തായാലും ഉപനേതൃസ്ഥാനം എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. നേരത്തെ മുഖ്യമന്ത്രി സ്ഥാനം വേണ്ടെന്ന് വെച്ച പാർട്ടിയാണ്, പക്ഷേ ഈ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. മുൻപ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത്, ഈ തദ്ദേശ തിരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് പാർട്ടിക്കുണ്ടായ വീഴ്ചകൾ, ഒപ്പം തന്നെ പരാജയത്തിലേക്ക് വഴിവെച്ച കാരണങ്ങൾ അത് വെട്ടിത്തുറന്ന് പറയുവാൻ യാതൊരു മടിയും കാണിക്കാൻ CPM മടിച്ചു നിന്നില്ല എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള നിലപാട് പറയുക. ഒപ്പം തന്നെ CPM-നെ വിമർശിച്ചുകൊണ്ടും നിലപാടുകൾ തിരുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത CPI തന്നെയാണ് ഇപ്പോൾ തങ്ങളുടെ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ആവശ്യങ്ങളിലേക്കും ഒപ്പം തന്നെ ഭിന്നാഭിപ്രായങ്ങളും ഉയരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CPI-യുടെ ആവശ്യം അത് നടപ്പാക്കാതെ, അത് അംഗീകരിക്കാതെ CPM-ന് നിലനിൽപ്പില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഖി, വീണ, എന്തായാലും CPM-നെ കടന്നാക്രമിക്കുകയാണ് ബിനോയ് വിശ്വം. കടുത്ത അതൃപ്തിയാണ് ഈ വിഷയത്തിൽ. ഇടതുപക്ഷത്ത് ഉടലെടുത്തിരിക്കുന്നത് വമ്പൻ പൊട്ടിത്തെറിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പലതവണ പറഞ്ഞു, ഞങ്ങൾക്ക് ഉപനേതൃ പദവിയിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല, കൃത്യമായ കസേര കിട്ടണം എന്നുള്ളത് CPM നിലപാടെടുത്തതാണ്. പക്ഷേ CPM കടുത്ത പിടിവാശിയിലാണ്. ഒരു കാരണവശാലും അങ്ങനെ ഒരു കസേര തരില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ബിനോയ് വിശ്വം കൃത്യമായ ചില സൂചനകൾ കൂടി നൽകുന്നുണ്ട്. വിവരങ്ങൾ നൽകിയത് MS വീണയാണ്.